സർവേഷാം നമസ്കാരः. നമ്മൾ ലാസ്റ്റ് ലോങ് ക്ലാസ്സിൽ ക്രിയാപദങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ 5 നിയമങ്ങളെ എല്ലാം നമ്മൾ ലട്ലകാരങ്ങളെ ഇങ്ങനെയെല്ലാം നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പരസ്മൈപതി, ആത്മനേപതി, ഉഭയപതി ഇവയെ കുറച്ച് ക്രിയാപദങ്ങളെ വെച്ചിട്ട് എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ ലങ് ലകാരം, അതുപോലെ തന്നെ ലിറിട്ട് ലകാരം, അങ്ങനെ കുറച്ച് ലകാരങ്ങളെ കൂടി, പ്രാധാന്യമുള്ള ലകാരങ്ങളെ കൂടി പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ പരസ്മൈപതിയിൽ വരുന്ന ക്രിയാപദങ്ങളാണ് ഇവയൊക്കെ. അതേപോലെ ആത്മനേപതിയിൽ ഇവ, ഉഭയപതിയിൽ ഇവയില്ല. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. പരസ്മൈപതിയിൽ നോക്കൂ, തീയിലാണ് പ്രഥമ പുരുഷ ഏകവചനത്തിൽ ആരംഭിക്കുന്ന ക്രിയാപദങ്ങൾ. അപ്പോൾ ഇവിടെ പഠതി, ഗച്ഛതി, ലിഖതി, നമതി, ഭവതി, ഘാതതി, തിഷ്ഠതി, പിബതി, പശ്യതി, അസ്തി അല്ലെ. ഇവിടെ എല്ലാം നോക്കൂ, തീ എന്ന് തുടങ്ങുന്നുണ്ട്. ഇവ എന്താ പറയുക, പരസ്മൈപതിയിലായിരിക്കും വരിക. അതേപോലെ ആത്മനേപതി വന്ദതേ, കമ്പതേ, മോദതേ, ഈക്ഷതേ, വർത്തതേ, വിദ്യതേ, ശ്ലാഘതേ, ശോഭതേ എന്നിങ്ങനെ തേ എന്ന് പ്രഥമ പുരുഷ ഏകവചനത്തിൽ ആരംഭിക്കുന്നവ ഏതായിരിക്കും? ആത്മനേപതികളായിരിക്കും. ഇനി ഉഭയപതികൾ പരസ്മൈപതിയിലും ഉണ്ടാവും, ആത്മനേപതിയിലും ഉണ്ടാവും. അവയാണ് കരോതി, കുരുതി. കൃധാതുവിനെ എന്താ പറയുക, ഉഭയപതികളായിട്ട് നമ്മൾ സ്വീകരിക്കാം. കാരണം കരോതി എന്ന് പറയുമ്പോൾ പരസ്മൈപതിയിലും, കുരുതേ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതായിരിക്കും? ആത്മനേപതിയിലും ആയിരിക്കും. അങ്ങനെയുള്ള കൃധാതുവിന്റെ ക്രിയാപദങ്ങൾ ഉഭയപതികൾ ആയിരിക്കും. അതുപോലെ രുച്ച് ധാതുവിന്റെ രോചതി, രോചതേ രണ്ടും ഉണ്ട്. അതേപോലെ പച്ച് ധാതുവിന്റെ പജതി എന്ന് പരസ്മൈപതിയും, പജതേ എന്ന് ആത്മനേപദ ക്രിയാപദവുമാണ്. അതേപോലെ ദാ ധാതുവിന്റെ ദദാതി, ദത്തേ. അതുപോലെ ജ്ഞാ ധാതുവിന്റെ ജാനാതി, ജാനീതേ. ഇങ്ങനെ ഞാനിവിടെ ഉദാഹരണത്തിന് കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരുപാടുണ്ട് ക്രിയാപദങ്ങൾ. ഇങ്ങനെ ഉഭയപതികളായിട്ടും ആത്മനേപതികളായിട്ടും പരസ്മൈപതികളായിട്ടും ഒരുപാട് ക്രിയാപദങ്ങളുണ്ട്. അപ്പൊ എങ്ങനെ തിരിച്ചറിയാം എന്ന് ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പൊ ഇവയെല്ലാം തന്നെ ലട്ട് ലകാരത്തിൽ വരുന്ന ക്രിയാപദങ്ങളാണ്. ഇവ മറ്റു ലകാരങ്ങളിൽ മറ്റു രൂപങ്ങൾ പ്രാപിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് ലങ് ലകാരത്തെ നോക്കാം. ലങ് ലകാരഃ പരസ്മൈപതി. അപ്പൊ ഇവിടെ ഞാൻ ഗം ധാതുവിന്റെ ആണ് ലങ് ലകാരത്തിന്റെ 9 രൂപങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ലങ് ലകാരം എന്ന് പറഞ്ഞാൽ ഏതാണ്? കാലം ഭൂതകാലമാണ്. ലട്ട് വർത്തമാനം, ലങ് ഭൂതകാലം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ, അതുപോലെ ഏകവചന, ദ്വിവചന, ബഹുവചനം. ഓക്കെ, അപ്പൊ ഇവിടെ ഗം ധാതുവിന്റെ പ്രഥമ പുരുഷന്റെ രൂപമാണ് അഗച്ഛത്, അഗച്ഛതാം, അഗച്ഛൻ, അഗച്ഛഃ, അഗച്ഛതം, അഗച്ഛത, അഗച്ഛം, അഗച്ഛാവ, അഗച്ഛാമ. ഇവിടെ പോയി, പ്രഥമ പുരുഷന്റെ ഏകവചനം പോയി, എല്ലാം പോയി തന്നെയാണ് മീനിങ്. ഓക്കെ, പക്ഷെ പോകുന്ന പുരുഷനിലും വചനങ്ങളിലും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെ ഈ അഗച്ഛത എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാണ് രൂപം? മധ്യമ പുരുഷന്റെ ബഹുവചനത്തിന്റെ ക്രിയാപദമാണ്. അതേപോലെ അഗച്ഛം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉത്തമ പുരുഷന്റെ ഏകവചനത്തിന്റെ ക്രിയാപദങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പ്രഥമ പുരുഷനിൽ ഏതൊരു നാമപദങ്ങളെയും സ്വീകരിക്കാം. മധ്യമ പുരുഷനിലാകുമ്പോൾ ആയിരിക്കും ആരായിരിക്കും? ത്വം, യുവാം, യൂയം. ഉത്തമനിലാണെങ്കിൽ അഹം, ആവാം, വയം. ഓക്കെ, ത്വം അഗച്ഛഃ, യുവാം അഗച്ഛതം, യൂയം അഗച്ഛത, അഹം അഗച്ഛം, ആവാം അഗച്ഛാവ, വയം അഗച്ഛാമ.
ഞങ്ങൾ പോയി, ഞാൻ പോയി, ഞങ്ങൾ രണ്ടുപേർ പോയി, നീ പോയി, നിങ്ങൾ രണ്ടുപേർ പോയി, നിങ്ങൾ പോയി. ഓക്കെ, അപ്പോൾ ഇത് പരസ്മൈപതിയിലുള്ള ലങ് ലകാരത്തിൻ്റെ ക്രിയാപദമാണ്. അപ്പോൾ ഇവിടെ ത, അതുപോലെ താം, ഇൻ, അതുപോലെ അഹ, തം, ത, അതുപോലെ അം, ആവ, ആം എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ലകാരമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ഇതേ ലങ് ലകാരത്തിൻ്റെ ആത്മനേപതിയിലുള്ള ക്രിയാപദങ്ങൾ എങ്ങനെ വരും. അതാണ് വന്ത് ധാതുവാണ് എടുത്തിരിക്കുന്നത്. പ്രഥമ, മധ്യമ, ഉത്തമ, അതുപോലെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഞാൻ എഴുതിയിട്ടില്ല, കണ്ടാൽ തിരിച്ചറിയും എന്ന വിശ്വാസത്തോടെ. അവന്തത, അവന്തേതാം, അവന്തന്ത, അവന്തധാഹ, അവന്തേധാം, അവന്തധ്വം, അവന്തേ, അവന്താവഹി, അവന്താമഹി. അപ്പോൾ ഇവിടെ മധ്യമപുരുഷന്റെ ക്രിയാപദങ്ങൾ ഏതൊക്കെയാണ്? ഇവയാണ്: ധാഹ, ധാം, ധ്വം. അതുപോലെ ഉത്തമപുരുഷൻ അവന്തേ, അതുപോലെ വഹി, മഹി എന്നിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരസ്മൈപദികളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയും ആത്മനേപദികളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുമാണ്. ഏത് ലകാരത്തിൽ? ലങ് ലകാരത്തിൽ. ഓക്കെ, അപ്പോൾ ലട്ടിൻ്റെ തീ, തഹ, അന്തി എന്നാണ് നമ്മൾ പഠിച്ചത്. ലങ്ങിൻ്റെ ത, ആതാം, അൻ എന്നിങ്ങനെ ഉള്ള പ്രത്യയങ്ങളിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ പരസ്മൈപതിയും ആത്മനേപതിയും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉഭയപദികൾ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് രൂപങ്ങളുണ്ട്. കൃധാതുവിന് ഇതേപോലെയും ഉണ്ടാവും, ഇതേപോലെയും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ അകരോത് എന്ന് വരും, ഇവിടെയാണെങ്കിൽ അകുരുത എന്ന് വരും. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഉഭയപദികൾക്ക് പരസ്മൈപതിയിലും 9 രൂപങ്ങൾ ഉണ്ടാവും, ആത്മനേപതിയിലും 9 രൂപങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ലിറിട്ട് ലകാരത്തെ നമുക്കൊന്ന് നോക്കാം. ലിറിട്ട് ലകാരഃ ഏതാണ് കാലം? ഭവിഷ്യത് കാലമാണ്, ഭാവി കാലം. അപ്പോൾ ഇവിടെ പരസ്മൈപതി, ആത്മനേപതിയുടെ ക്രിയാപദങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പഠധാതുവിൻ്റെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഭാവി കാലത്തിലാകുമ്പോൾ പഠിക്കും, എഴുതും, പോകും, വരും എന്നിങ്ങനെ എന്താ പറയുക, ഭാവികാല ക്രിയാപദങ്ങളായിട്ട് എടുക്കാം. പ്രഥമ പുരുഷൻ പഠിഷ്യതി, പഠിഷ്യതഃ, പഠിഷ്യന്തി. മധ്യമ പുരുഷൻ പഠിഷ്യസി, പഠിഷ്യതഃ, പഠിഷ്യധ, പഠിഷ്യാമി, പഠിഷ്യാവഹ, പഠിഷ്യാമഹ. ഓക്കെ, അതുപോലെ വന്ത് ധാതുവിൻ്റെ വന്ദിഷ്യത്തെ, വന്ദിഷ്യേത്തെ, വന്ദിഷ്യന്തേ, വന്ദിഷ്യസേ, വന്ദിഷ്യേധേ, വന്ദിഷ്യധ്വേ, വന്ദിഷ്യേ, വന്ദിഷ്യാവഹേ, വന്ദിഷ്യാമഹേ. അപ്പോൾ ഇവിടെ ലിറിട്ടാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഷ്യ എന്ന അക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവി കാലമാണ് എന്ന് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ പറയുക, ക്രിയാപദങ്ങളെ നിർമ്മിച്ച് നോക്കൂ, വ്യത്യസ്ത ധാതുക്കളെ. ഓക്കെ, അപ്പോൾ ലിറിട്ട് മനസ്സിലായല്ലോ. ലട്ട് കഴിഞ്ഞു, ലങ് കഴിഞ്ഞു, ലിറിട്ടും കഴിഞ്ഞു. ഇനി അടുത്തത് ലോട്ട് നോക്കാം. എങ്ങനെയാണ് അവയുടെ എന്താ പറയുക പ്രത്യയങ്ങളും വ്യത്യാസങ്ങളും എന്നെല്ലാം നമുക്ക് നോക്കാം. ലോട്ട് ലകാരഃ ഭാവങ്ങളാണ് ഈ ലോട്ട് ലകാരത്തിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് പോയാലും, പോകട്ടെ, പോകൂ. അതുപോലെ ഇവിടെ നം ധാതു എഴുതിയിട്ടുണ്ട്. നമിച്ചാലും, നമിക്കൂ, നമിക്കട്ടെ എന്നിങ്ങനെ 3 തരത്തിലുള്ള അർത്ഥങ്ങളിലും നമുക്ക് ലോട്ട് ലകാരം സ്വീകരിക്കാം. അപ്പോൾ നം ധാതുവിൻ്റെ പരസ്മൈപതിയിലുള്ള 9 രൂപങ്ങൾ: നമതു, നമതാം, നമന്തു, നമ, നമതം, നമത, നമാനി, നമാവ, നമാമ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഥമ പുരുഷനിൽ ഏകവചന ക്രിയാപദമാണ് നമതു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവയുടെ 9 രൂപങ്ങളും ഇങ്ങനെ ആയിരിക്കും
ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ എന്ന് കണ്ടു കഴിഞ്ഞാൽ മധ്യമപുരുഷൻ്റെ ഏകവചന ക്രിയാപദമാണ്. ഓക്കെ, അതേപോലെ ഉത്തമപുരുഷനിലും ഇങ്ങനെ ഭേദങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെയുള്ള ക്രിയാപദങ്ങളിൽ പറഞ്ഞതുപോലെയെല്ലാം നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അതേപോലെ വന്ത് ധാതുവിൻ്റെ വന്ദതാം, വന്ദേതാം, വന്ദന്താം, വന്ദസ്വ, വന്ദേധാം, വന്ദദ്വം, വന്ദൈ, വന്ദാവഹൈ, വന്ദാമഹൈ. അപ്പോൾ ഇവിടെ നമ്മൾ ആത്മനേപതിയുടെ എല്ലാ ധാതുക്കളും നമുക്ക് ഇതുപോലെ കൊടുക്കാം. കമ്പതാം, ഇക്ഷതാം, ശോഭതാം, മോദതാം, വർത്തതാം, വിദ്യതാം എന്നിങ്ങനെ എന്ത് രൂപങ്ങൾ വേണമെങ്കിലും നമുക്കിവിടെ കൊടുത്ത് അതാത് ധാതുക്കളുടെ അല്ലെങ്കിൽ ക്രിയാപദങ്ങളുടെ അർത്ഥങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക വാക്യങ്ങൾ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോട്ട് ലകാരത്തിൻ്റെ രൂപങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇനി ഒരു ലകാരം കൂടിയുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. എന്നിട്ട് ലകാരം ഞാൻ നിർത്തുകയാണ്. ഓക്കെ, വിധിലിംഗ ലകാരം. അത് ഈ 5 ലകാരങ്ങൾ ധാരാളം മതി നമുക്ക് സംസ്കൃത ലകാരങ്ങളെ ഇത്തിരി നല്ലവണ്ണം അറിയാൻ. ബാക്കി ലകാരങ്ങൾ പ്രാധാന്യമുണ്ട്, പക്ഷേ ഇത് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മറ്റ് ലകാരങ്ങളെ അന്വേഷിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെ ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു ലകാരങ്ങളെ പരിചയപ്പെടുത്താം. അത്യാവശ്യമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വിധിലിംഗോടുകൂടി നിർത്തുന്നത്. ഓക്കെ, വിധിലിംഗ് 2 അർത്ഥങ്ങളിൽ വരുന്നുണ്ട്. വിദ്യാർത്ഥത്തിലും സംഭാവനാർത്ഥത്തിലും വിധിലിംഗ ലകാരമുണ്ട്. വിദ്യാർത്ഥം എന്ന് പറഞ്ഞാൽ വിധിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കണം, പോകണം, വരണം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ. അതുപോലെ സംഭാവനാർത്ഥത്തിലാണെങ്കിൽ വന്നേക്കാം, പോയേക്കാം, കണ്ടേക്കാം എന്നിങ്ങനെ ഒരു സംശയമായ അർത്ഥങ്ങളിൽ സംഭാവന അർത്ഥം. ഓക്കെ, അങ്ങനെ 2 അർത്ഥങ്ങളിൽ വിധിലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ലിഖ് ധാതുവിൻ്റെ പരസ്മൈപതി രൂപങ്ങളാണ് ലിഖേത്, ലിഖേതാം, ലിഖേയുഹു, ലിഖേഹേ, ലിഖേതം, ലിഖേത, ലിഖേയം, ലിഖേവ, ലിഖേമ. ഇവ പ്രഥമപുരുഷൻ, മധ്യമപുരുഷൻ, ഇത് ഉത്തമപുരുഷൻ്റെ ക്രിയാപദങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയേക്കാം അല്ലെങ്കിൽ എഴുതണം എന്നിങ്ങനെ 9 തരത്തിൽ പുരുഷന്മാരിലും വചനത്തിലും അർത്ഥങ്ങൾ. അതേപോലെ കമ്പ് ധാതുവിൻ്റെ, കമ്പ് ആത്മനേപദമാണ്. അപ്പോൾ അവയുടെ വിധിലിംഗ് കമ്പേത, കമ്പേയാത, കമ്പേരൻ, കമ്പേധാഹ, കമ്പേയാധാം, കമ്പേധ്വം, കമ്പേയ, കമ്പേവഹി, കമ്പേമഹി. കമ്പ് എന്ന് പറഞ്ഞാൽ ഇളകുക എന്നൊരർത്ഥത്തിലാണ്. അപ്പോൾ ഇളകിയേക്കാം, ഇളകണം എന്നിങ്ങനെ 2 അർത്ഥങ്ങളിലും നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, ധന്യവാദ.